Hi, welcome to my channel Healthy Yummy Bites. I'm Susan. ഇന്ന് നമുക്ക് സ്നാക്കായി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കൊഴുക്കട്ട സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയത് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ശർക്കര 4 കട്ട ഏകദേശം 300 ഗ്രാം, അരിപ്പൊടി 2.5 കപ്പ്, തേങ്ങ ചിരകിയത് 2.5 കപ്പ്. ആദ്യമേ അരിപ്പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിളക്കാം. ഇവിടെ ഞാൻ അരിപ്പൊടി കുഴച്ചെടുക്കുന്നതിനായി 2.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയിലേക്ക് തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കണം. ആദ്യം സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. നല്ല ചൂടല്ലേ. നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. നല്ലതായിട്ട് ഇളക്കി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ അടിഭാഗത്ത് അരിപ്പൊടി ഡ്രൈ ആയി കിടക്കും. വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ച ശേഷം വീണ്ടും നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം. ഇനി 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം. ഇതുപോലെ നന്നായി കുഴച്ച ശേഷം ഇനി ഇത് അടച്ച് മാറ്റി വെക്കാം. ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് മയമായി കിട്ടും. ഈ സമയത്ത് കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ശർക്കരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി ശർക്കര പാനിയാക്കിയെടുക്കാം. ഉരുക്കിയ ശേഷം ശർക്കര ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് വൃത്തിയാക്കിയെടുക്കണം. ഇതിനെ ഒരു പാനിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാം. ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. ശർക്കര വെള്ളം ഒരു 2 മിനിറ്റ് നന്നായി തിളച്ച ശേഷം തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്തിളക്കി നന്നായി പറ്റിച്ചെടുക്കാം. സ്പൂണ് വെച്ച് ഇങ്ങനെ ഒന്ന് വെട്ടി നോക്കുമ്പോൾ ആ വെള്ളം അങ്ങ് ഒലിച്ചു പോകുന്നില്ല. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഈ പരുവം മതി. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കണ്ട. ഈ പരുവം മതി. ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. ഇത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കൊഴുക്കട്ടയുടെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂട്ടുന്നതിനായി കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ഇതും കൂടെ തേങ്ങ വിളയിച്ചതിൽ മിക്സ് ചെയ്തെടുക്കാം. മാവ് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി കൈവെള്ളയിൽ വെച്ച് സ്മൂത്ത് ആക്കി എടുക്കണം. ഇതൊരു 16 ഉരുളകളാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഫില്ലിംഗ് വെക്കാനായി നടുക്കിങ്ങനെ വിരൽ ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കി വശങ്ങളിലെല്ലാം ഒരേ കനത്തിലാവണം. ആവശ്യത്തിന് തേങ്ങയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഒരു 1-1.25 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇത് എല്ലാ വശങ്ങളിൽ നിന്നും നടുക്കോട്ട് അടുപ്പിച്ച് അടച്ചുരുട്ടിയെടുക്കാം. സ്മൂത്ത് ആക്കി വിള്ളലുകളൊന്നും ഇല്ലാതെ നന്നായി ഉരുട്ടിയെടുക്കണം.
ഇതുപോലെ തന്നെ എല്ലാ ഉരുളകളും തേങ്ങ വെച്ച് നിറച്ച് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു ഇഡ്ഡലി സ്റ്റീമറിൽ ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് ചൂടാക്കണം. ഒരു തട്ട് വെച്ച് അതിലേക്ക് ഈ ഉരുളകളെല്ലാം വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദി. 20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് കുറയുമ്പോൾ ഒരു ഡിഷിലേക്കാക്കി സെർവ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം എഴുതി അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.